നമ്മൾ ഒരു ഓഡോയിൽ റെക്കറിങ് ഇൻവോയ്സ് അതല്ലെങ്കിൽ എല്ലാ മാസവും സ്ഥിരമായിട്ട് ഒരേ കമ്പനിക്ക് തന്നെ ഇൻവോയ്സ് ചെയ്യേണ്ട കേസുകളിൽ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാൻ സെറ്റ് ചെയ്യാൻ നോക്കുക. ഉദാഹരണത്തിനിവിടെ അനിത ഒലിവർ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഒരു ക്രെയിൻ റെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, റെൻറ്റ് 7500 പെർ മന്താണ്. ഇൻവോയ്സ് സെപ്റ്റംബർ 4, 2023 ആദ്യത്തെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. പിന്നീട് ഓഗസ്റ്റ് 4, 2024 വരെ കണ്ടിന്യൂ ചെയ്യണം, ഒരു വർഷം. എല്ലാ മാസവും 4-ാം തീയതിയാണ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി വി ഹാവ് ടു സെറ്റ് ഓഡു ടു പ്രിപ്പയർ ദ ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കലി. അതായത് ഓട്ടോമാറ്റിക്കലി തന്നെ ഓഡു തന്നെ ഇൻവോയ്സ് പ്രിപ്പയർ. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്. നമ്മൾ ഓഡുവിലേക്ക് വരിക, അക്കൗണ്ടിങ് ക്ലിക്ക് ചെയ്യാം, കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്യുക, ഇൻവോയ്സസ് ക്ലിക്ക് ചെയ്യാം, ന്യൂ പ്രിപ്പയർ ചെയ്യാം, ന്യൂ ക്ലിക്ക് ചെയ്യാം. അനിത ഒലിവർ എന്നുള്ള കസ്റ്റമർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അനിത ഒലിവർ സെലക്ട് ചെയ്യുന്നു. സെപ്റ്റംബർ 4 ആദ്യത്തെ ഇൻവോയ്സ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 4 ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. പ്രൊഡക്റ്റ് ക്രെയിൻ റെൻറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് സർവീസ് ഐറ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് റേറ്റ് കൊടുത്ത് 7500 അതുകൊണ്ട് കൃത്യമാണ്. ടാക്സ് നില്ലാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര സെറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ അതർ ഇൻഫോയിലേക്ക് വരിക. ഇവിടെ അതർ ഇൻഫോ ഉണ്ട്. ഈ അതർ ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലതുവശത്തുണ്ട്. അവിടെ നമ്മൾക്ക് ഇപ്പോൾ മന്ത്ലിയാണ് വേണ്ടത്. ഡേറ്റ് ഓരോ സ്പെസിഫിക് ഡേറ്റിനെ വേണ്ടെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാം, ക്വാർട്ടർലി വേണമെങ്കിൽ അങ്ങനെ, ഇയർലി അങ്ങനെ. മന്ത്ലി കൊടുക്കാം. ഓക്കെ, ഇനി മന്ത്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഇവിടെ സെപ്റ്റംബർ 4 കൊടുത്തത് കൊണ്ട് നെക്സ്റ്റ് മന്ത്ലി കറക്റ്റ് അത് ദിവസം വരും. ഏത് വരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 4 വരെ നമുക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ സേവ് ബട്ടൺ അടിക്കുക. കൺഫേം അല്ല, സേവ് ബട്ടൺ. ഓക്കെ, ഇത് നമ്മൾ കസ്റ്റമർ പോയിട്ട് വീണ്ടും ഇൻവോയ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാം അനിത ഒലിവറിന് ഒരു സ്ലാഷ് ഇട്ടിട്ട് കാണാം. ഇൻവോയ്സ് പ്രിപ്പയർ ആയിട്ടില്ല. ഓക്കെ, 9/4 ഇൻവോയ്സ് ഡേറ്റ് കാണിക്കുന്നത്. അല്ല സോറി, സെപ്റ്റംബർ 4. ഓക്കെ, ഇത് അമേരിക്കൻ ഫോർമാറ്റിലാണുള്ളത്. ഇനി ആദ്യത്തെ നമുക്ക് ഡേറ്റ് ഇപ്പോൾ ഒക്ടോബർ ആയതുകൊണ്ട് ആദ്യത്തെ ഇൻവോയ്സ് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് അയക്കണം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആക്ഷൻസിൽ പോസ്റ്റ് എൻട്രീസ് അടിക്കുന്നു. മറ്റൊന്നും ക്ലിക്ക് ചെയ്തില്ല, ഫോഴ്സൊന്നും ക്ലിക്ക് ചെയ്തില്ല. ജസ്റ്റ് പോസ്റ്റ് ജേണൽ എൻട്രി അടിച്ചാൽ ഇതൊരു മാനുവൽ പോസ്റ്റിംഗ് ആണ് ശരിക്കും. അപ്പം നമുക്കറിയാം ഇവിടെ 7500 ഇതാ ഇൻവോയ്സ് നമ്പർ 005 ആയിട്ട് അനിത ഒലിവറിന് സെപ്റ്റംബർ 4 ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനി ഒക്ടോബർ 4 കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒക്ടോബർ 4 കൂടെ എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. വീണ്ടും പോസ്റ്റ് എൻട്രീസ് കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് 6ാമത്തെ ഇൻവോയ്സ് ആയിട്ട് ഇവിടെ ഒക്ടോബർ 4 ഇൻവോയ്സ് പ്രിപ്പയർ ആയി. ഇനി നവംബർ 4 ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് നവംബർ 4 ആകുമ്പോൾ സിസ്റ്റം ഓഡു തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ല എങ്കിൽ ഓഡു തന്നെ എന്ത് ചെയ്യും, ഇൻവോയ്സ് പോസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെക്കറിങ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മളിതിൽ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ്, ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡെലിവേർഡ് ക്വാണ്ടിറ്റീസിനാണ് ഇൻവോയ്സിങ് പോളിസി ഉള്ളത്. നമ്മളിപ്പം ഡെലിവേർഡ് ക്വാണ്ടിറ്റീസിനാണെങ്കിൽ ഈ മെത്തേഡ് നടക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഡെലിവറി നമ്മൾ മാനുവലി സെറ്റ് ചെയ്യേണ്ടി വരും, സിസ്റ്റത്തിന് അറിയില്ല. അതേസമയം ഓർഡേഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ചെയ്തോളും. നമ്മുടെ കേസിൽ ഇവിടെ ഇപ്പം നമ്മൾ സർവീസ് ആയിട്ട് സെലക്ട് ചെയ്യുമ്പം നമ്മൾക്ക് അതിനെ വേറെ പ്രീപെയ്ഡ് ഫിക്സഡ് പ്രൈസിലേക്ക് മാറും. അങ്ങനെ സെറ്റ് ചെയ്താലും ഓക്കെയാണ് സർവീസ് ആയിട്ടാണെങ്കിൽ. ഇപ്പോൾ ഈ കേസിൽ നമ്മൾക്ക് ഇൻവോയ്സ് 2 പോസ്റ്റ് ചെയ്തു, 5ഉം 6ഉം ഇൻവോയ്സ് പോസ്റ്റ് ചെയ്തു. ഓക്കെ, 5, 6 ഇൻവോയ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7500 വെച്ചാൽ നവംബറിലുള്ളത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തോളൂ. മാനുവലി വേണമെന്നുണ്ടെങ്കിലാണ് നമ്മളിപ്പം ക്ലിക്ക് ചെയ്തത്, നമ്മൾ പോസ്റ്റ് ചെയ്തത് ഇൻവോയ്സ്. ഓക്കെ, ഈ റിക്കറിങ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാകുന്നിരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ